Hello friends, welcome back to my channel. ഇന്നത്തെ റെസിപ്പി ഒരു 2 ലെയർ പുഡിംഗ് ആണ്. ചൈന ഗ്രാസ് ജെലാറ്റിന് കളറൊന്നും ചേർക്കാത്ത ഒരു പുഡിംഗ് ആണിത്. ഈസി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ആദ്യം പുഡിംഗ് ട്രേയിലേക്ക് കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ടൊന്ന് റെഡിയാക്കി വെക്കണം. ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. $250 ml 2 കപ്പ് പാലാണ് എടുത്തത്. ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ്, പഞ്ചസാര, വാനില എസൻസ് ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യാണ്. നമ്മളിത് ഇടവിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. പാല് തിള വന്നാൽ പിന്നെ കുറഞ്ഞ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഒന്നായിട്ട് കട്ട പിടിക്കും. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് കുറുകിയ മിക്സാണിത്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇത് നമ്മളിനി പുഡിംഗ് ട്രേയിലേക്ക് ഒഴിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് സെറ്റ് ആയിക്കോളും. ആ സെറ്റാണ് ടൈം കൊണ്ട് നമുക്ക് നമ്മളെ രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ മുകൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പിസ്ത, അണ്ടിപ്പരിപ്പ്, ബദാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത 10 സ്ട്രോബെറിയാണ്. ഇതൊരു പാനിലേക്ക് ഒഴിക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യുക. അതും ഈ കൂട്ടിലേക്ക് ഒഴിക്കണം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഗ്യാസ് ഓൺ ചെയ്യേണ്ടത്. ഇത് ചൂടായി വരുമ്പോൾ കുറഞ്ഞ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇടവിടാതെ ഇളക്കണം, ഇല്ലെങ്കിൽ ഒന്നായിട്ട് കട്ട പിടിക്കും. അതുപോലെ നന്നായിട്ടൊന്ന് കുറുകിയാൽ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ സ്ട്രോബെറി മിക്സൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഇത് ഫസ്റ്റ് ലെയറിൻ്റെ മേൽക്ക് ഒഴിക്കുകയാണ് നമ്മളിത്. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ മുകൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അത് ചൂടോട് കൂടി ഇടണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ കയ്യിലുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഒരു 2-3 മണിക്കൂർ ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷം സെർവ് ചെയ്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ.